ബ്രൂവറി വിവാദത്തിൽ എക്സൈസ് മന്ത്രി എം.ബി. രാജേഷിനെതിരെ നിയമസഭയിൽ അഴിമതി ആരോപണം ഉന്നയിച്ച് പ്രതിപക്ഷം. രമേശ് ചെന്നിത്തല സ്പീക്കർക്ക് പരാതി എഴുതി നൽകി. അതേസമയം സിപിഎം പാലക്കാട് ജില്ലാ സമ്മേളനം നടക്കുന്നതിനാൽ എം.ബി. രാജേഷ് സഭയിൽ എത്തില്ല. PPE കിറ്റ് വാങ്ങിയതിലെ ക്രമക്കേട് സംബന്ധിച്ച C&AG റിപ്പോർട്ടും പ്രതിപക്ഷം സഭയിൽ ഉന്നയിച്ചേക്കും. വി അരുൺ വിവരങ്ങളുമായി. അരുൺ, സുപ്രധാനമായ ഒരു നീക്കത്തിലേക്കാണ് പ്രതിപക്ഷം കടന്നിരിക്കുന്നത്. അത് ഇത്രയും ദിവസം പുറത്ത് ചർച്ച ചെയ്തിരുന്ന ബ്രൂവറി വിഷയത്തെ സഭയിലേക്ക് കൊണ്ടുവരികയാണ്. അതൊരു അഴിമതി ആരോപണമായി തന്നെ സ്പീക്കർക്ക് എഴുതി നൽകുന്നു. അതിന്മേൽ സ്വാഭാവികമായും ചർച്ചയും ആവശ്യപ്പെടുമായിരിക്കും. പക്ഷേ ഇന്നും നാളെയും എം.ബി. രാജേഷ് സഭയിലില്ല. എന്താണ് പ്രതിപക്ഷത്തിന്റെ അടുത്ത നീക്കം? ശ്രീജ, UDFന്റെ നിയമസഭാകക്ഷി യോഗമാണ് ബ്രൂവറി വിവാദത്തിൽ അഴിമതി ആരോപണം നിയമസഭയിൽ ഉന്നയിക്കാൻ രമേശ് ചെന്നിത്തലയോട് നിർദ്ദേശിച്ചത്. രമേശ് ചെന്നിത്തല അത് രേഖാമൂലം സ്പീക്കർക്ക് നോട്ടീസ് നൽകണം. സഭയിൽ അഴിമതി ആരോപണം ആ രീതിയിലാണ് ചട്ടപ്രകാരം നൽകേണ്ടത്. അത് ഇന്ന് നൽകാനാണ് UDF ചെന്നിത്തലയോട് നിർദ്ദേശിച്ചത്. പക്ഷേ ഇന്നലെ തന്നെ ഈ വിഷയം സഭയിൽ വന്നു. അത് UDF നിർദ്ദേശം മറികടന്നുകൊണ്ട് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നന്ദിപ്രമേയ ചർച്ചയ്ക്കിടെ വിഷയം ഉന്നയിക്കുകയും T. സിദ്ദിഖ് അടക്കമുള്ളവരും ആ വിഷയം ഏറ്റെടുത്തു. എന്നാൽ ഇന്ന് ചെന്നിത്തല സ്പീക്കർക്ക് പരാതി രേഖാമൂലം നോട്ടീസായി തന്നെ നൽകിയിരിക്കുന്നു. കഞ്ചിക്കോട് ബ്രൂവറി അനുവദിച്ചതിൽ ക്രമക്കേടുണ്ട്. അത് നിയമപരമായല്ല, അല്ലെങ്കിൽ നടപടിക്രമങ്ങൾ പാലിച്ചല്ല, ചട്ടങ്ങൾ പാലിച്ചല്ല ബ്രൂവറി നൽകിയിരിക്കുന്ന ഇടതു സർക്കാരിന്റെ ഇടതുമുന്നണിയുടെ നയവ്യതിയാനമാണ്. സംസ്ഥാനത്ത് ഡിസ്റ്റിലറികൾ ഇനി വേണ്ട എന്ന് 99-ലെ നായനാ സർക്കാർ മദ്യനയം തീരുമാനമെടുത്തുന്നു. ആ നയത്തിൽ നിന്ന് മാറ്റം വരുത്താതെ ഇത് അനുവദിച്ചതിന് പിന്നിൽ അഴിമതിയുണ്ട്. മാത്രമല്ല, കൃത്യമായ നിയമങ്ങളോ അല്ലെങ്കിൽ മാനദണ്ഡങ്ങളോ പാലിക്കാതെയാണ് ഈ ബ്രൂവറിക്ക് അനുമതി നൽകാനുള്ള നീക്കം നടക്കുന്നത്. ഇത് അഴിമതിയാണ്. ഇതിൽ അന്വേഷണം വേണമെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആവശ്യം. രമേശ് ചെന്നിത്തലയ്ക്ക് ഈ വിഷയം ഇന്ന് സഭയിൽ അവതരിപ്പിക്കാനും സമയം നൽകും. ശൂന്യവേളയിൽ ഈ ആരോപണങ്ങൾ ഉന്നയിച്ച് സംസാരിക്കാൻ രമേശ് ചെന്നിത്തലയ്ക്ക് സമയം നൽകും. ആരോപണം എക്സൈസ് മന്ത്രി എം.ബി. രാജേഷിനെതിരെയാണ്. അപ്പോൾ മറുപടി പറയേണ്ടത് അദ്ദേഹമാണ്. പക്ഷേ എം.ബി. രാജേഷ് ഇന്ന് സഭയിൽ ഉണ്ടാകില്ല. ഇന്നലെയും അദ്ദേഹം സഭാ സമ്മേളനത്തിൽ പങ്കെടുത്തിട്ടില്ല. CPMന്റെ പാലക്കാട് ജില്ലാ സമ്മേളനം നടക്കുകയാണ്. അദ്ദേഹം ആ സമ്മേളനത്തിൽ മുഴുവൻ സമയം പങ്കെടുക്കാനാണ് CPMന്റെ തീരുമാനം. അങ്ങനെയെങ്കിൽ നാളെയും അദ്ദേഹം സഭയിൽ ഉണ്ടാകില്ല. പിന്നെ എപ്പോഴാണ് എം.ബി. രാജേഷ് മറുപടി നൽകുന്നത്? നേരത്തെ ഈ ആരോപണം വന്നപ്പോൾ എം.ബി. രാജേഷ് പ്രതിപക്ഷത്തെ വെല്ലുവിളിക്കുകയാണ് ചെയ്തത്. അവർ ആരോപണം ഉന്നയിക്കട്ടെ, V.D. സതീശനും രമേശ് ചെന്നിത്തലയും മത്സരിച്ച് പ്രതിപക്ഷ നേതാവ് ആര് എന്നതിനെക്കുറിച്ചുള്ള തർക്കത്തിൽ മത്സരിച്ച് ആരോപണം ഉന്നയിക്കുകയാണ്. അവർക്കുള്ള മറുപടി താൻ നിയമസഭയിൽ പറയും. പക്ഷേ നിയമസഭയിൽ ഈ അഴിമതി ആരോപണം വരുമ്പോൾ മറുപടി പറയാൻ എം.ബി. രാജേഷ് ഇവിടെ ഇല്ല എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എം.ബി. രാജേഷ് ഇന്നലെ സഭയിൽ വന്നില്ല. ഇന്നും നാളെയും പങ്കെടുക്കില്ല. നയപ്രഖ്യാപന നന്ദിപ്രമേയ ചർച്ചയ്ക്ക് നാളെ വൈകിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ മറുപടി പറയും. സ്വാഭാവികമായും പ്രമേയ ചർച്ചയിൽ കൂടി വിഷയം ഉയർന്നു വരുന്നതിന് മുഖ്യമന്ത്രിക്ക് ഒരുപക്ഷെ മറുപടി പറയാനുള്ള അവസരമുണ്ടാകും. പക്ഷേ എം.ബി. രാജേഷിന് ഈ അടുത്ത ഈ സഭയുടെ ഈ സെഷന്റെ രണ്ടാം ഘട്ടമുണ്ട്, ബജറ്റ് പ്രസംഗത്തോട് തുടങ്ങുന്ന ഘട്ടം. അപ്പോൾ മാത്രമേ എം.ബി. രാജേഷിന്റെ വിഷയത്തിൽ മറുപടി പറയാൻ കഴിയൂ. രമേശ് ചെന്നിത്തല ഈ വിഷയവുമായി ബന്ധപ്പെട്ട മാധ്യമങ്ങളോട് സംസാരിച്ചു. അതിലേക്ക് ഇന്ന് അതുമായി ബന്ധപ്പെട്ട വിഷയം ഞാൻ അസംബ്ലിയിൽ എൻ്റെ പ്രസംഗത്തിൽ ഉന്നയിക്കുന്നു. എൻ്റെ വിശദാംശങ്ങൾ അന്നേരം അതുകൊണ്ട് ഞാനിപ്പോൾ ഇവിടെ സൂചിപ്പിക്കുന്നു. അതൊന്നും വെളിയിൽ ഇപ്പോൾ പറയാൻ പാടില്ലാത്തതാണ്. സ്പീക്കർ നിയമസഭാ ചട്ടങ്ങളനുസരിച്ച്. ബ്രൂവറി വിവാദത്തിൽ നിലപാട് കടുപ്പിക്കുകയാണ് പ്രതിപക്ഷം. രമേശ് ചെന്നിത്തല സ്പീക്കർക്ക് നേരിട്ട് ആരോപണം എഴുതി നൽകിയിരിക്കുന്നു. എക്സൈസ് മന്ത്രി എം.ബി. രാജേഷ് ഈ വിഷയത്തിൽ അഴിമതി കാണിച്ചിട്ടുണ്ട് എന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. അതേസമയം മന്ത്രി ഈ വിഷയത്തിൽ പ്രതിപക്ഷത്തിനുള്ള മറുപടി നിയമസഭയിൽ നൽകാം എന്നായിരുന്നു നേരത്തെ പറഞ്ഞിട്ടുള്ളതെങ്കിലും ഇന്നും നാളെയും പാലക്കാട് ജില്ലാ സമ്മേളനം നടക്കുന്നതിനാൽ മന്ത്രി സഭയിൽ ഉണ്ടാവില്ല. ഈ വിഷയത്തിൽ ഇന്ന് തന്നെ നിയമസഭയിൽ ഒരു ചർച്ച അല്ലെങ്കിൽ ഈ വിഷയം ഉന്നയിക്കാനുള്ള അവസരം പ്രതിപക്ഷത്തിന് ലഭിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അരുൺ തുടരുന്നുണ്ട്. അരുൺ, ഇതോടൊപ്പം രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഒന്ന്, ഇന്നലെ പുറത്തു വന്ന C&AG റിപ്പോർട്ടിലെ വിശദാംശങ്ങളാണ്. അത് സർക്കാരിനെയും ആരോഗ്യവകുപ്പിനെ പ്രത്യേകിച്ചും പ്രതിരോധത്തിലാക്കുന്നതാണ്. PPE കിറ്റ് വാങ്ങിയതിലെ ക്രമക്കേട് അടക്കമുള്ള കാര്യങ്ങൾ, ആരോഗ്യ മേഖലയിലെ വീഴ്ചകൾ, ഇതൊക്കെ അക്കമിട്ട് നിരത്തിക്കൊണ്ടുള്ള ഒരു റിപ്പോർട്ടാണ്. ഇതിൽ ആരോഗ്യമന്ത്രി മാറിയിട്ടുണ്ട്. ഇത് കോവിഡ് കാലത്തെ കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. ഏത് രീതിയിലായിരിക്കും ഇതിനെ സർക്കാർ പ്രതിരോധിക്കുന്നത്? ഒപ്പം സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്ന മറ്റൊരു വിഷയം ഇന്ന് നടക്കുന്ന പണിമുടക്കാണ്. CPI അനുകൂല സംഘടന കൂടി പണിമുടക്കുമ്പോൾ പ്രതിപക്ഷത്തിന് അതും വലിയൊരു രാഷ്ട്രീയ ആയുധമല്ലേ?
തീർച്ചയായിട്ടും PPK അഴിമതി പ്രതിപക്ഷം എന്ന സഭയിൽ ഉന്നയിച്ചേക്കും. ഇന്നലെ സിയാൻഡേജ് റിപ്പോർട്ടായിട്ട് തന്നെ നേരിട്ട് അടിയന്തര പ്രമേയ നോട്ടീസായി റൂൾ 50 പ്രകാരം ഉന്നയിക്കാൻ പ്രതിപക്ഷത്തിന് ചട്ടം അനുവദിക്കുന്നില്ല. അത് ഉന്നയിച്ച് തന്നെ അനുവദിക്കാൻ ഭരണപക്ഷം തയ്യാറാവുകയുമില്ല. അതുകൊണ്ടാണ് ആ രീതിയിൽ ആ വിഷയം ഉന്നയിക്കാത്ത. പക്ഷേ ഈ ചർച്ചയ്ക്കിടയിൽ ഈ വിഷയമെന്ന് ഉന്നയിച്ചേക്കും. അല്പസമയം മുൻ പ്രതിപക്ഷ രമേശ് ചെന്നിത്തലയും ആ കാര്യം സൂചിപ്പിച്ചിരുന്നു. വലിയ വിമർശനമാണ് നേരത്തെ ഈ വിഷയത്തിൽ പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചത്. കോവിഡ് കാലത്തെ ഈ പർച്ചേസ് ബില്ലിൽ വലിയ അഴിമതിയുണ്ട്, അടിയന്തര സാഹചര്യം എന്ന് പറഞ്ഞുകൊണ്ട് കോടിക്കണക്കിന് രൂപയുടെ നഷ്ടം സംസ്ഥാനത്തിൽ വരുത്തിയെന്ന ആരോപണം നേരത്തെ തന്നെ പ്രതിപക്ഷം ഉന്നയിച്ചതാണ്. അത് ഏറെക്കുറെ ശരിവയ്ക്കുന്ന റിപ്പോർട്ടാണ് ഇന്നലെ സിയാൻഡേജി സഭയിൽ പ്ലേസ് ചെയ്തത്. ഏതായാലും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും സഭയിൽ നിന്ന് പ്രതിപക്ഷം ഉന്നയിക്കുമെന്ന് ഉറപ്പാണ്. ജീവനക്കാരുടെ സമരമാണ് മറ്റു പ്രധാനപ്പെട്ട വിഷയം. ജീവനക്കാർ അസംതൃപ്തരാണ് ഇടതു സർക്കാർ. സാധാരണഗതി എല്ലാ തവണയും ഇടതു സർക്കാർ ഭരിക്കുമ്പോൾ ജീവനക്കാർക്ക് വലിയ ആനുകൂല്യങ്ങൾ നൽകാറുണ്ട്. ജീവനക്കാരുടെ ക്ഷേമം സർക്കാർ വളരെ പ്രധാനപ്പെട്ട ഒന്നായി കാണുന്നതാണ്. പക്ഷേ ഇപ്പോൾ DA കുടിശ്ശിക അടക്കം വലിയ എതിർപ്പ് DA കുടിശ്ശിക വൈകുന്നതിനടക്കം വലിയ എതിർപ്പ് ജീവനക്കാർക്കിടയിലുണ്ട്. ഇന്ന് പ്രതിപക്ഷ യൂണിയനുകളും CPIയുടെ ജോയിന്റ് കൌൺസിൽ മാത്രമാണ് പണിമുടക്കുന്നതെങ്കിലും CPM സംഘടനയിൽപ്പെട്ട ആളുകൾക്ക് പോലും സർക്കാരിന്റെ ഇപ്പോഴത്തെ ജീവനക്കാരുടെ നയത്തിൽ എതിർപ്പുണ്ട്. അതൊരുപക്ഷെ ഇന്നത്തെ പണിമുടക്കിനെ ബാധിച്ചേക്കാം. പ്രതിപക്ഷം റൂൾ 50 നോട്ടീസായി നൽകിയിരിക്കുന്ന ആ വിഷയമാണ്. സർക്കാർ കഴിഞ്ഞ ദിവസവും മുഖ്യമന്ത്രി സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷന്റെ സമ്മേളനത്തിൽ പങ്കെടുക്കുമ്പോൾ വജ്ര ജൂബിലി കെട്ടിട നിർമ്മാണത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കുമ്പോഴും ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾ സർക്കാർ വൈകാതെ കൊടുത്തു തീർക്കുമെന്ന ഒരു ഉറപ്പ് നൽകിയിരുന്നു. പക്ഷേ അത് ഉറപ്പ് മാത്രം പോരാ, കൃത്യമായ നടപടികൾ വേണം. പങ്കാളിത്ത പെൻഷൻ ഉൾപ്പെടെ വിഷയങ്ങളിൽ ജോയിന്റ് കൌൺസിലിന് കടുത്ത എതിർപ്പ് സർക്കാരിനോടുണ്ട്. ഇന്നലെ ജോയിന്റ് കൌൺസിൽ സമരത്തിൽ പങ്കെടുക്കുന്ന തീരുമാനം അറിയിച്ചപ്പോൾ തന്നെ അവരെ പരിഹസിച്ചുകൊണ്ടാണ് CPM സംഘടനയായ സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ രംഗത്തെത്തിയത്. അങ്ങനെ തർക്കം CPI തർക്കമായി കൂടി ഇത് മാറുകയാണ്. C അച്യുതമേനോനെ പോലും വിമർശിച്ചുകൊണ്ട് സെക്രട്ടറി എംപ്ലോയീസ് അസോസിയേഷൻ കോൺഗ്രസിനൊപ്പം ഇപ്പോഴും ചില അതിവിപ്ലവകാരികൾ കൂടുന്നു എന്ന പരിഹാസമൊക്കെ നടത്തിയിരുന്നു. ഈ വിഷയം പ്രതിപക്ഷം ഇന്ന് സഭയിൽ ഉന്നയിക്കുമ്പോൾ സർക്കാരിന്റെ മറുപടി വളരെ പ്രധാനപ്പെട്ടതാകും. പുറത്ത് ശക്തമായ സമരവുമായി യൂണിയനുകൾ രംഗത്ത് വരുമ്പോൾ അവർക്ക് പിന്തുണ അർപ്പിച്ചുകൊണ്ടാണ് പ്രതിപക്ഷം ഈ വിഷയം എന്ന റൂൾ 50 നോട്ടീസായി സഭയിൽ കൊണ്ടുവരുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഭരണപക്ഷ യൂണിയനായ ജോയിന്റ് കൌൺസിലും ഈ സമരത്തിൽ പ്രതിപക്ഷ സംഘടനയൊപ്പമല്ലെങ്കിലും അതേ വിഷയം ഉന്നയിച്ച് അതേ ദിവസം സമരരംഗത്താണ് എന്നുള്ളതാണ്. ശരി, PV അരുണാണ് വിവരങ്ങൾ നൽകിയത് നിയമസഭയിൽ നിന്നുള്ള സംപ്രേഷണത്തിലേക്ക്. കഴിഞ്ഞ കുറച്ചു കാലമായി കാസർഗോഡ് ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ പുലി ഭീഷണി ഭീകരമായി തുടരുകയാണ്. മടിക്കൈ, കോടോമ്പളൂർ, കാരെടുക്ക, മുളിയാർ, ദേലമ്പാടി, വേടെടുക്ക, കുറ്റിക്കോൽ, പുല്ലൂർ പെരിയ തുടങ്ങി വിവിധ പഞ്ചായത്തുകളിലെ ജനവാസ കേന്ദ്രങ്ങളിലാണ് പുലിക്കൂട്ടം ഇറങ്ങിയത്. ഇതിനുമായി ഫലമായി ജനങ്ങൾ വളരെ ഭീതിയിലാണ് ഇപ്പോൾ അവിടെ കഴിയുന്നത്. നാട്ടിലുള്ള മിക്കവാറും എല്ലാ പട്ടികളെയും പുലി പിടിച്ച് ഭക്ഷിച്ച് കഴിഞ്ഞു. മുളിയാർ ഇരിയണ്ണിയിലെ ഹോട്ടൽ തൊഴിലാളിയായ ഒരു സ്ത്രീ പുലി ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് ഭാഗ്യം കൊണ്ടാണ്. മുളിയാർ പഞ്ചായത്ത് തന്നെ ഒരു കർഷകന്റെ തൊഴുത്തിൽ കയറി പുലി പശുവിനെ ആക്രമിച്ച് മൃതപ്രായമാക്കുകയും ചെയ്തിട്ടുണ്ട്. കായടുക്കയിൽ വീട്ടമ്മയെ പുലി ആക്രമിക്കുന്ന ഒരു നിലയുണ്ടായി. സ്കൂൾ കുട്ടികൾക്ക് സ്കൂളിലേക്ക് പോകാൻ പറ്റാത്തൊരു സ്ഥിതിയാണ് ആ ഭാഗങ്ങളിലുള്ളത്. ഇപ്പോൾ ബോവിക്കാനം, കുറ്റിക്കോൽ പോലുള്ള ടൗൺഷിപ്പുകളിലേക്കും ഇറങ്ങി റോഡുകളിലെ കൂടി പുലി രാത്രി കടക്കുകയാണ്. വാഹനങ്ങൾക്കും ആളുകൾക്കും പോകാൻ പറ്റാത്തൊരു സ്ഥിതിയുമുണ്ട്. ആർക്കും പുറത്തിറങ്ങാൻ പറ്റാത്തൊരു സ്ഥിതിയാണ് ഇപ്പോൾ കാസർഗോഡ് ജില്ലയിലെ വിവിധ പഞ്ചായത്തുകളിലുള്ളത്. വനം വകുപ്പ് 2 കൂടുകളാണ് ഇതിനുവേണ്ടി വെച്ചത്. കൂടുകളൊന്നും വിജയിച്ചിട്ടില്ല. പുലി രക്ഷപ്പെടുകയാണ് ചെയ്തത്. സംപ്രേഷണമാണ് കണ്ടത്. ഇന്ന് നിയമസഭയെ പ്രക്ഷുബ്ധമാക്കാൻ പോകുന്നത് ഒരു പക്ഷേ ബ്രൂവറി വിഷയം തന്നെയായിരിക്കും. ബ്രൂവറി വിഷയത്തിൽ മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല സ്പീക്കർക്ക് അഴിമതി ആരോപണം എഴുതി നൽകിയിട്ടുണ്ട്. ഈ വിഷയത്തിൽ ചർച്ച ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും സർക്കാരിന് എന്ത് മറുപടി പറയാനുണ്ട് എന്നത് നിർണായകമായിരിക്കും.